പച്ചക്കറി കടയിൽ ചെന്ന് 4 കിലോ വലിയ ഉള്ളി തരൂ എന്ന് പറയുന്ന പോലെയാണ് പലരും മൂടി വന്ന് എനിക്കൊരു 3 വർഷത്തെ ITR വേണം എന്ന് പറയുന്നത്. ഉദ്ദേശം ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക ബാങ്കിൽ ലോണിനായിട്ട് ചെന്നു എന്നും ലോണിന് പോയ സമയത്ത് ബാങ്ക് മാനേജർ കഴിഞ്ഞ 3 വർഷത്തെ ITR കൊണ്ടുവരാൻ പറഞ്ഞു എന്നുള്ളത്. ശരിയാണ്, ഈ ക്ലയന്റ് വന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതായത് ഇൻകത്തിനെ ബേസ് ചെയ്താണ് ലോൺ എന്നുണ്ടെങ്കിലും ഈ ഇൻകം ITR കാണിച്ചാൽ ITR ഇൻകം പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യും എന്നുണ്ടെങ്കിലും പീരിയോഡിസിറ്റി ഓഫ് ഫയലിംഗ് ഓഫ് ITR പല ബാങ്കുകളും ഇപ്പോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഓരോ വർഷത്തെയും ITR നിങ്ങൾ ഏത് ഡേറ്റിലാണ് ഫയൽ ചെയ്തത് എന്ന് നോക്കിയിട്ട് മാത്രമേ ബാങ്ക് ഇപ്പോൾ ലോൺ തരുന്നുള്ളൂ. ഒരേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ഒരു 3 വർഷത്തെ ITR ഫയൽ ചെയ്ത് ഒരുമിച്ച് കൊണ്ടേ കൊടുത്താലും ഇത് ഇൻകം ഫാബ്രിക്കേറ്റഡ് ആണോ എന്നൊരു സംശയം ബാങ്കിന് വരാൻ തുടങ്ങി. അതായത് ഓരോ വർഷവും നിങ്ങൾക്ക് ഇൻകം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിലോ അല്ലെങ്കിൽ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിലോ എങ്കിലും നിങ്ങൾക്ക് ഫയൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ വന്ന് ലോൺ ചോദിച്ചതിന്റെ ബേസിസിൽ മാത്രമാണ് ഈ 3 ITR ഒരുമിച്ച് ഫയൽ ചെയ്തത് എന്നുള്ളത് കൊണ്ട് പ്രധാന ഉദ്ദേശം ഇൻകം ഡിക്ലറേഷൻ അല്ല എന്നും ഈ ലോണിന് തത്തുല്യമായ ഒരു ഇൻകം കാണിച്ച റിട്ടേൺ ഫയൽ ചെയ്യലാണ് ഉദ്ദേശം എന്നുള്ളതും ആയതുകൊണ്ട് ബാങ്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഈവൻ ദോ ടാക്സ് പേയ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും വിത്തിൻ ഡ്യൂ ഡേറ്റിനുള്ളിലോ അല്ലെങ്കിൽ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പീരീഡിലെങ്കിലും നിങ്ങൾ ITR ഫയൽ ചെയ്താൽ ഇത് ഭാവിയിലേക്ക് ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ നിങ്ങൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ഭാവിയിൽ ഉദ്ദേശവും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഡ്യൂ ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ബിലേറ്റഡ് ഡേറ്റിനുള്ളിലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പീരീഡ് 4 വർഷത്തേക്ക് നീട്ടിയതുകൊണ്ട് ഇപ്പോഴും പല ആൾക്കാർക്കും കഴിഞ്ഞ 4 വർഷങ്ങളിൽ ITR ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ബാങ്ക് ലോൺ എന്നുള്ള പർപ്പസിന് ഒരുപക്ഷെ ഈ ITR ഫയലിംഗ് ഉപകരിച്ചു എന്നുള്ളത് വരില്ല എന്ന് മാത്രം. സോ നിങ്ങൾ അടച്ചിട്ടുള്ള ലേറ്റ് ഫീസും ടാക്സും ITR ഫയൽ ചെയ്യാൻ കൊടുത്ത ചാർജസും ഒരു പക്ഷേ നഷ്ടമായി പോയേക്കാം. Thank you so much.